കണ്ട മണ്ണാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ച 5-6 ദിവസങ്ങൾ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും കഴിവിന്റെ പരമാവധി ഹറമിൽ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം നമുക്കറിയാം തങ്ങളുടെ കബറിൽ രാത്രി 2 മണിവരെ ഞങ്ങളെ കഞ്ഞിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹാജിമ്മമാര് കാത്തിരുന്നുകൊണ്ട് കുടിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ വളരെയേറെ അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ സഹോദരങ്ങൾ അതിനുവേണ്ടി തയ്യാറാവുകയും അൽഹംദുലില്ലാഹ് അവർക്ക് വേണ്ടി ആ ദുആയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അൽഹംദുലില്ലാഹ് നിങ്ങൾ അതിനു വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രവർത്തകർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനം സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് റൗളയിൽ കയറുന്ന സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുത്തായ റസൂലുള്ളാഹിന്റെ ചാരത്ത് കിടക്കാൻ നമുക്കൊക്കെ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് മഹാന്മാരായ ഉമറുൽ ഖാദി തങ്ങളൊക്കെ വരുമ്പോൾ അവിടുന്ന് പാടിയൊരു പാട്ടുണ്ട്. ഈ മദീനയുടെ പരിസരത്ത്, മദീന പള്ളി ആരുടെ വീടാ? മുത്തുനബിയുടെ വീടാ. മുത്തുനബിയുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രങ്ങളും ഉറങ്ങുന്നത് പള്ളിയുടെ സമീപത്ത് പലതുണ്ട്. അത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മുടെ ഉസ്താദ്മാർ ആരെങ്കിലും അവിടെ കാണും. ആ സമയത്ത് നിങ്ങൾ 310 വൈകിട്ട് അസറിന്റെ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഉസ്താദ്മാരെന്ത് ചെയ്യും? ആ പരിസരത്തുള്ള മദീനയുമായി ബന്ധപ്പെട്ട 24 തിരിച്ചറിയാം. ഇതിൽ എവിടുന്ന് റോഡ് പോകുമ്പോൾ 324 നമ്പർ ഗേറ്റിനോട് നിങ്ങൾ കയറുക. അതേ ഗേറ്റിനോട് തന്നെ തിരിച്ചറിയുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പരിശുദ്ധ പള്ളിയോട് ജന്നത്തുൽ ബഖീയുടെ തൊട്ടടുത്തുള്ള ഒരു റോഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ നിങ്ങളുടെ ബിൽഡിംഗുകളിൽ ഈ പരിശുദ്ധ പള്ളിയോട് ജന്നത്തുൽ ബഖീയുടെ തൊട്ടടുത്തുള്ള ഒരു റോഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ നിങ്ങളുടെ ബിൽഡിംഗുകളിൽ